നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്താണ്? ചെറുപ്പത്തിൽ ഉമ്മാനെ ഞാൻ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഓടിയിട്ട് അടിച്ചു. ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ തോന്നുന്നു അടി കിട്ടിയപ്പോൾ നാട് വിടണമെന്നായിരുന്നു ചിന്ത. എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകാതിരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എക്സാം എങ്ങനെയാണ് എഴുതാതിരിക്കാൻ പറ്റുക എന്ന് ഞാൻ കുറേ ആലോചിച്ച് നോക്കും. 5th പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ മരത്തണലിൽ പോയി അങ്ങനെ ഇരിക്കും. പാലക്കാട് കോട്ട വന്നത് തന്നെയാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ഓർക്കുന്നത്. ചെറുപ്പകാലത്തിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പാലം ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അമ്മൻ്റെ വീട്ടിൽ കസിൻസിൻ്റെ കൂടെ മാങ്ങ പറിക്കാനൊക്കെ പോയൊരു ഓർമ്മയുണ്ട്. കൊച്ചി ടസ്കർസ് കേരള. ഹലോ, ഹായ്. ഹലോ, പേരെന്തായിരുന്നു? ജസീറ. ജസീറ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്താണ്? ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ഉമ്മാനെ ഞാൻ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഓടിയിട്ട് അടിച്ചു. അതിൽ ഉമ്മാനെ ഞാൻ കളിയാക്കി. അതിനെനിക്ക് വീണ്ടും കിട്ടി. അത് ഒരു കുറേ അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതെന്തോ ഉമ്മാനെ വീട്ടിൽ മൊത്തത്തെ ഓടിച്ചിട്ടാ തോന്നുന്നു. എനിക്കതൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ഹായ്. ഹായ്, പേരെന്തായിരുന്നു? നന്ദന. നന്ദന അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ചൈൽഡ്ഹുഡ് മെമ്മറി ഉണ്ട്? ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ തോന്നുന്നു അടി കിട്ടിയപ്പോൾ നാട് വിടണമെന്നായിരുന്നു ചിന്ത. അപ്പോഴുള്ള ബാഗൊന്നുമില്ല, ഒരു 2-3 തുണി ഉണ്ടായിരുന്നു, പിള്ളേർക്ക് ഇടുന്ന പോലത്തെ. അങ്ങനത്തെ കുറച്ച് തുണി എടുത്തിട്ട് കനാലുണ്ട് അപ്പുറത്ത്, ഒരു ചെറിയ ചാല്. അത് കിടന്ന നാട് വിടുന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ വരെ ഒളിഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോഴേക്കും അപ്പുറത്തെ ചേട്ടന്മാരെല്ലാവരും ഓടി വന്ന് ഞാൻ പോയി വിചാരിച്ചു. ആദ്യം കണ്ടതൊന്നും നല്ല പൊത്തിരെ കിട്ടി. പിന്നെ അതിന് ശേഷം അതിന് ശ്രമിച്ചിട്ടില്ല. അതായിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറി. ചേച്ചി നമസ്കാരം, പേരെങ്ങനെയായിരുന്നു? പ്രിയ. പ്രിയ അല്ലേ? അപ്പോൾ ചേച്ചിക്ക് മറക്കാൻ പറ്റാത്തൊരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറയാമോ? ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറയുമ്പോൾ ഞാനൊരു 5th പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ മരത്തണലിൽ പോയി അങ്ങനെ ഇരിക്കും. അപ്പോൾ അവിടെ ഒരു ചോളകം വെക്കുന്ന ഒരു അമ്മ വരാറുണ്ടായിരുന്നു. ആ അമ്മ എന്നോട് പറഞ്ഞു, ഒരു ചോളകം വാങ്ങൂ, ഒരു 10-20 പൈസ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവർ ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ പറയും എനിക്ക് പാദസരം വാങ്ങാനുള്ളതാണ്, എൻ്റെ അമ്മ തന്ന പൈസയൊക്കെ എന്ന് പറയാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോകുന്ന എല്ലാ അമ്പലങ്ങളിലും അവരെ കാണാറുണ്ട് ഇങ്ങനെ വള വിൽക്കാനായിട്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ നാട്ടിലെ പൂരത്തിന് പോയപ്പോൾ അവരായിട്ട് സെൽഫിയൊക്കെ എടുത്ത് ഭയങ്കര ആ മെമ്മറിയൊക്കെ ഒന്ന് പുതുക്കി വന്നു. അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? രമ്യ. രമ്യ അല്ലേ? അപ്പോൾ ചേച്ചിക്ക് മറക്കാൻ പറ്റാത്തൊരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്താണ്? ഒരു 7th പഠിക്കുമ്പോൾ ക്ലാസ് ടെസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, ആ സമയത്ത് നമുക്ക് പഠിക്കാൻ മടിയുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകാതിരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എക്സാം എങ്ങനെയാണ് എഴുതാതിരിക്കാൻ പറ്റുക എന്ന് ഞാൻ കുറേ ആലോചിച്ച് നോക്കും. അപ്പോൾ എനിക്കൊരു ഐഡിയയും കിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവർ ട്രൈ ചെയ്തൊരു സംഭവമാണ് ഉള്ളി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പനി വരും എന്ന് പറയാറുണ്ട്. കക്ഷത്തിൽ ഇങ്ങനെ ഉള്ളി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പനി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രി ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ച് നോക്കും. പക്ഷെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പനിയൊന്നും വരില്ല. പക്ഷെ വീട്ടിൽ നിന്നാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്കൂളിൽ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു സംഭവം. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? രേഷ്മ. രേഷ്മ അല്ലേ? അപ്പോൾ ചേച്ചിക്ക് മറക്കാൻ പറ്റാത്ത ചൈൽഡ്ഹുഡ് മെമ്മറി ഏതെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് പറയുമ്പോൾ പാലക്കാട് കോട്ട വന്നത് തന്നെയാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ഓർക്കുന്നത്. ഒരു 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുന്ന് കാണിച്ച് ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ഇരുത്തി ഞങ്ങൾക്ക് ഫുഡൊക്കെ തന്നതായിട്ടുള്ളൊരു ഓർമ്മയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രായത്തിൽ കിട്ടിയ മെമ്മറി ആയതുകൊണ്ട് തന്നെ അത് എല്ലാ കാലവും ഓർത്ത് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ പിള്ളേരോട് ഞാൻ ആ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അന്നത്തെ അതേ പ്രായമാണ് മൂത്ത മോന്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കറങ്ങാൻ പോവുകയാണ്. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? എൻ്റെ പേര് ജയശ്രീ. ജയശ്രീ അല്ലേ? അപ്പോൾ ചേച്ചിക്ക് മറക്കാൻ പറ്റാത്തൊരു ചൈൽഡ്ഹുഡ് മെമ്മറി പറയാമോ? ചൈൽഡ്ഹുഡ് മെമ്മറി പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം കൂടല്ലൂർ എന്നുള്ള ഒരു വില്ലേജിലായിരുന്നു. അത് വല്ലിങ്ങി നമ്മാരുടെയൊക്കെ അതിനു മുമ്പായിട്ട് വരും. ചെറുപ്പകാലത്തിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പാലം ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കൂടല്ലൂർ പുഴയ്ക്ക്, ഗായത്രി എന്നാണ് ആ പുഴയുടെ പേര്, അതിന് പാലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഴക്കാലത്തുള്ള ഞങ്ങളുടെ സ്കൂളിലേക്കുള്ള പുഴ കടന്ന് പോകുന്ന ആ ഒരു ബുദ്ധിമുട്ട് എന്നും മെമ്മറിയിൽ ഉണ്ട്. ഒരു തോണി ഉണ്ടായിരുന്നു, അത് വളരെ ഡിലാപ്പിഡേറ്റഡ് ആയിരുന്നു. അതിനുപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ 2 പുഴ സംഗമിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്, കൂട്ടക്കടവ് പണ്ട്. ഇപ്പുറത്ത് ഗായത്രിയും അപ്പുറത്തുനിന്ന് യശോമതി. അത് രണ്ടും കൂടി ജോയിൻ ആവുന്ന സ്ഥലത്ത് ഭയങ്കര കുത്തൊഴുക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾക്ക് കടന്ന് വിത്തനശ്ശേരി എന്നുള്ള സ്ഥലത്ത് എത്തേണ്ടത്. അപ്പോൾ ഒരു പഴയ തോണി മുത്തശ്ശനൊക്കെ ഉണ്ട്, അവരുടെ പേരെനിക്ക് ഓർക്കുന്നില്ല. അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങളെ അപ്പുറത്തേക്ക് തോണി കടത്തി വിടുന്നത്. ചില സമയത്ത് ആ തോണി വളരെ ഓൾഡായ കാരണം അതിൽ കുറേ ഹോൾസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ നിറയും. ഒരു പയ്യൻ അതിന് വെള്ളമൊക്കെ മുക്കി ഒഴിച്ചിട്ടാണ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില സമയം തോണി വളരെ റിപ്പയറിലുള്ള സമയത്ത് അത് ഇടില്ല. ആ സമയത്ത് എൻ്റെ മൂത്തേട്ടൻ്റെ തോളിൽ കയറി ഇരുന്നിട്ടാണ് അക്കരെ കടന്നിട്ടുണ്ടായിരുന്നു. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു?
എൻ്റെ ഒരു ഫൈസൽ. ഫൈസലല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലും കുട്ടിക്കാലത്തുണ്ടായ മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഷെയർ ചെയ്യാം. ജീവിതത്തിലുണ്ടായത് പിടിച്ച ഈ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ പാറക്കെട്ട് കയറിയിരുന്നു. അതിന്ന് കയറി അറ്റവത്താനായി. അതിൽ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അതിന് ചെറുതായിട്ട് ആ കയ്യിൽ നിന്ന് മിസ്സായി. അതിന് പിന്നെ അതിനെ താഴ്ന്ന് ഉരുതിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വീണ് കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടില്ല, അത്രയും താഴ്ചയാണ്. അതിന് 2 ഫ്രണ്ട്സും കൂടി വന്നിട്ട് ഒരാൾ അങ്ങനെ അവിടെ നിന്ന് കൈ ക്രോസ് കൊടുത്ത് ഒരാൾക്ക് ഇപ്പുറത്തും കൊടുത്തിട്ട് അതിൻ്റെ 2 കാലും കൊണ്ട് ജോയിൻറ്റ് ചെയ്തിട്ട് ആ കാലിലാണ് ഞാൻ വന്നിട്ട് നിന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തരണം ചെയ്തത്. ബ്രോ ഹായ്, പേരെന്തായിരുന്നു? എൻ്റെ പേര് അഭിനയിലെ. അപ്പോൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ചൈൽഡ്ഹുഡ് മെമ്മറി ഒന്ന് ഷെയർ ചെയ്യാം. മറക്കാൻ പറ്റാത്ത പറഞ്ഞാൽ ചെറുപ്പത്തിൽ അമ്മൻ്റെ വീട്ടിൽ കസിൻസിൻ്റെ കൂടെ മാങ്ങ പറിക്കാനൊക്കെ പോയൊരു ഓർമ്മയുണ്ട്. അതൊരു അടിപൊളി അനുഭവമായിരുന്നു. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്? ആ, ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്, നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ബ്രോ ഹായ്, പേരെന്തായിരുന്നു? വൈഷ്ണവിലെ. അപ്പോൾ വൈഷ്ണവിന് മറക്കാൻ പറ്റാത്തൊരു ചൈൽഡ്ഹുഡ് മെമ്മറി പറയാം. എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പം തൊട്ട് കളിക്കാറുണ്ടായിരുന്നു ഫുൾ ഡേ. അപ്പോൾ അതൊന്നും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ചെറിയ സങ്കടങ്ങൾ. കളിക്കാൻ സ്ഥലമില്ലാണ്ടാണോ അതോ കളിക്കാൻ ആളില്ലാണ്ടാണോ? പിള്ളേർ വരാണ്ട്. പഴയ പോലെ വരുന്നില്ല, എല്ലാവരും ഫോണിലായി. കുറച്ച് വർക്കായി. ഹായ്, പേര് എപ്പടി? என் பேர் கனகராஜ். கனகராஜ் இல்லை. அப்போ உங்களுக்கு வந்து ஞாபகத்தில் இருக்க சின்ன வயசில் ஏதாச்சும் இன்சிடென்ட் நடந்துட்டு அப்படி ஏதாச்சும் இருக்கா? இன்சிடென்ட்னா இப்போ நான் அங்கே கேரளா பாலக்காடு வந்திருக்கேன். ஆமாம். கேரளா எனக்கு ரொம்ப பிடிக்கும். காட்ஸ் கண்ட்ரி, எல்லாமே க்ளீனாக இருக்கும். என்ன கேரளாவில் என்ன உங்களுக்கு கேரளானா இதுதான் ஃபஸ்ட்டு உங்களோட ஞாபகத்தில் வரல அப்படின்னா என்ன விஷயம் அது? கேரளா அதான் காட்ஸ் கண்ட்ரி, கடவுள் நாடு. சுத்தமாக இருக்கும், க்ளீனாக இருக்கும். கேரளா சூப்பராக இருக்குது. சின்ன சின்ன குழந்தைங்க, அப்புறம் கேரளா இயற்கையாக இருக்குது. இப்போ வரைக்கும் என்னால் ஒன்று மறக்க முடியலைன்னா அது என்னென்னா கேரளாவில் இப்போ நான் கிரிக்கெட் இன்ட்ரெஸ்ட்டாக பார்ப்பேன். சென்னை ஃபேன் நான். 2011 கொச்சி டஸ்கர்ஸ் கேரளா, 2011 கொச்சி டஸ்கர்ஸ் கேரளான்னு ஒரு டீம் இருந்தது. இப்போ இந்த டீம் இஸ் கான், டீமே இல்லை. சூப்பர் டீம் கேரளா டீம். அது ஒரு ஃபீலாக இருக்குது, அந்த டீம் இல்லையான்னு. இங்கே கேரளாவில் தமிழ் கலந்துருக்கு. கேரளா டீம் கொச்சி டஸ்கர்ஸ். இப்போ நினச்சா மோகன்லால் அந்த டீம் வாங்கலை. சச்சின் வாங்கலை. அது நினைக்கும் போது ரொம்ப ஃபீலாக இருக்குது. രണ്ടുപേരും പാട്ട്. ഞാൻ പുതിയതായിട്ടുള്ള ഒരു വിജയലക്ഷ്മിൻ്റെ സോങ് പാടാം. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലച്ചെല്ലവുമായി താനി വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ, താരക്കൊളുത്തുള്ളൊര ചെലുക്കും വെറ്റിലച്ചെല്ലത്തിനോ, ഭൂമിയെപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് പൊന്നി, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര്